ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാളൂസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കൊഴിഞ്ഞ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടികൾ കിളിർക്കാനും അതുപോലെ തന്നെ നമുക്ക് മുടിക്ക് നന്നായിട്ട് ഉള്ളു വെക്കാനും വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി പാക്കോട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന 2 സാധനങ്ങളാണ്. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു പാക്കാണിത്. അപ്പോൾ അതിനായിട്ട് ഒരു നാടൻ കോഴിമുട്ട എടുക്കുക. പുതിയ മുടികൾ കിളിർക്കാനും അതുപോലെ തന്നെ മുടി കണ്ടീഷൻ ചെയ്യാനൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ് ഈ മുട്ടയെന്ന് പറയുന്നത്. അപ്പോൾ മുട്ടയുടെ വെള്ള മാത്രമേ ഞാനിവിടെ എടുക്കുന്നുള്ളൂ. ഡ്രൈ ഹെയർ ആയിട്ടുള്ളവർക്ക് യെല്ലോ കൂടെ എടുക്കാം. പക്ഷേ നല്ല സ്മെല്ലായിരിക്കും. നന്നായിട്ട് ഷാമ്പൂ വാഷ് ചെയ്താൽ പോലും ആ സ്മെല്ല് അത്ര അങ്ങോട്ട് മാറി കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഞാനിവിടെ വൈറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിനുശേഷം ഒരു 2 സ്പൂണ് തൈര് എടുക്കുക. അപ്പോൾ തൈരുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മുട്ടയുടെ വെള്ളയും തൈരും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ മുടി കുറച്ചൊന്ന് ഡ്രൈ ആക്കുന്നതാണ് മുട്ടയെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് എണ്ണ എടുത്ത് സ്കാൽപ്പിലും മുടിയിലും ഫുള്ളും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഡ്രൈ ഹെയർ ആയാലും ഓയിലി ഹെയർ ആയാലും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. നമുക്ക് ആ മുട്ടയൊക്കെ തേച്ചിട്ടൊരു ഡ്രൈനെസ് ഉണ്ടാകുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത്യാവശ്യം ഹെയർ ഓയിലൊന്ന് മുടിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ഓയിലാണെന്ന് വെച്ചാൽ അതോ അല്ലെങ്കിൽ ഹോട്ട് ഓയിൽ മസാജോ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നമ്മൾ സാധാരണ കാച്ചിയ എണ്ണയാണ് നമ്മളിവിടെ തലയിൽ അപ്ലൈ ചെയ്യുന്ന. മുടിയുടെ കെട്ടൊക്കെ എടുത്ത് നല്ല വൃത്തിയായിട്ട് ഉടക്കൊക്കെ എടുത്ത് നന്നായിട്ട് മുടി ഒന്ന് ഓയിലി ചെയ്ത് കുറച്ചൊരു ഓയിലി ആയിട്ടിരിക്കുന്ന രീതിയിൽ ഒന്ന് എടുക്കുക. കാരണം അല്ലെങ്കിൽ മുടി കുറച്ചുകൂടെ ഡ്രൈ ആയിട്ടുള്ളവരാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഹെയർ ഓയിലൊക്കെ തേച്ച് അതിന് ശേഷം ഒരു 5 മിനിറ്റ് മസാജ് ചെയ്തിട്ട് നമുക്ക് ഈ പാക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾ ഏത് പാക്ക് ചെയ്താലും അത് കൃത്യമായിട്ട് ചെയ്യേണ്ട രീതിയിൽ തന്നെ ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പാക്കുകളിൽ ചെറിയ മിസ്റ്റേക്കുകൾ വന്നാലും നമുക്ക് മുടി കൊഴിച്ചിൽ ചിലപ്പം കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള മുട്ട, മുരിങ്ങയില അങ്ങനെയുള്ള പാക്കുകൾ ചെയ്യുമ്പോൾ എല്ലാ പാക്കുകളും ചെയ്യുമ്പോഴും ഹെയർ ഓയിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ ചെയ്യുക. അതുപോലെ തന്നെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒന്നാണ് ഹെയർ മസാജ് ചെയ്യുക. സ്കാൽപ്പ് നമ്മുടെ വിരലിൻ്റെ തുമ്പ് ഭാഗങ്ങൾ കൊണ്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ആ ഹെയർ ഓയിൽ ഒന്ന് മുടിയിൽ വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ആ പാക്കുകൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഈ പാക്കുകൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളായിരിക്കും. നല്ല നീളം വെക്കണം, ചിലർക്ക് നല്ല ഉള്ളു വെക്കണം, അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ നമ്മുടെ മുട്ടയെന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് നന്നായിട്ട് പുതിയ മുടികൾ കിളിർക്കാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല ശക്തി തോന്നാനും നല്ല ശക്തിയായിട്ട് മുടി വളർന്നു വരാനും ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരു സാധനമാണ്. അതുപോലെ തന്നെ തൈരെന്ന് പറയുന്നത് നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന ഡ്രൈനെസ് കുറയ്ക്കാൻ, പുതിയ മുടികൾ കിളിർക്കാൻ, അതുപോലെ താരൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറാൻ, തലയ്ക്ക് നല്ല തണുപ്പ് കൊടുക്കാൻ ഒക്കെയാണ് നമ്മൾ തൈര് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ മുട്ടയും തൈരും കൂടെ ആവുമ്പോഴും വേറൊരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ മുട്ട കുറച്ചുകൂടെ തലയ്ക്ക് കുറച്ച് ചൂട് വരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ മുട്ടയും തൈരും കൂടി നമ്മൾ മിക്സ് ചെയ്ത് തലയിൽ തേക്കുമ്പം ആ ചൂടിനെയും തൈര് തേക്കുമ്പോൾ ഉണ്ടാകുന്ന ഓവറായിട്ടുള്ള തണുപ്പിനെ ബാലൻസ് ചെയ്ത് നമുക്ക് ജലദോഷമോ മറ്റ് നീരിറക്കുന്ന പ്രശ്നങ്ങളോ ഒന്നും വരാതെ നമുക്കൊരു ഹെൽത്തി ആയിട്ടിരിക്കാനും പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഈ പാക്ക് ഒരു 15 മിനിറ്റിൽ കൂടുതൽ നമുക്ക് തലയിൽ വെക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഒന്നെങ്കിൽ നല്ല ഒരു താളിയോ അല്ലെങ്കിൽ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു ഷാമ്പുവോ ഏതെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്യാം. അതുപോലെ ഷാമ്പു ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ കണ്ടീഷണറൂടെ തേക്കുക. അത് എപ്പോഴും ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും കണ്ടീഷണർ യൂസ് ചെയ്യുമ്പം പരമാവധി സ്കാൽപ്പിൽ പറ്റാതെ മുടിയിൽ മാത്രം തേച്ച് കണ്ടീഷനും ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നല്ല, മാക്സിമം അങ്ങനെയാണ് ചെയ്യേണ്ടത്. മുട്ട വെച്ചിട്ടുള്ള പാക്കുകൾ മാക്സിമം ഒരു ആഴ്ചയിൽ 3 വട്ടത്തിൽ കൂടുതൽ ചെയ്യാതിരിക്കുക. കാരണം മുടി കുറച്ച് ഡ്രൈ ആവും. പിന്നെ നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ നന്നായിട്ട് പോയിട്ടില്ല എങ്കിൽ ഈ മുട്ട ഇരിക്കുമ്പോൾ നമുക്ക് തലയിൽ ചൂടിറങ്ങാനുള്ള സാധ്യതയുണ്ട്, മുടി കൊഴിച്ചിൽ കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആഴ്ചയിൽ 3 വട്ടത്തിൽ കൂടുതൽ ഒരിക്കലും മുട്ട വെച്ചിട്ടുള്ള പാക്കുകൾ അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇങ്ങനെയുള്ള പാക്കുകൾ തലയിൽ അപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഉറക്കക്കുറവ് ഉണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ
കൊഴിച്ചിലുണ്ടാവും. അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ല ഫുഡ് കഴിക്കുക, അതുപോലെ ഓവറായിട്ട് സ്ട്രെസ് എടുക്കാതിരിക്കുക. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പോയാൽ പോട്ടെ എന്നുള്ള രീതിയിലങ്ങ് വിട്ടേക്കുക. അല്ലെങ്കിൽ നമ്മൾ ഓവറായിട്ട് ടെൻഷൻ എടുക്കുമ്പോഴും നമുക്ക് മുടി ഒരുപാട് കൊഴിഞ്ഞു പോകും. ഇങ്ങനെയുള്ള പാക്കുകളൊക്കെ അപ്ലൈ ചെയ്തിട്ട് അയ്യോ ടെൻഷൻ എടുത്ത് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല, അതുകൊണ്ടൊന്നും വലിയ പ്രയോജനമൊന്നും വരത്തില്ല. അതുപോലെ തന്നെ നന്നായിട്ട് ഫുഡുകൾ കഴിക്കുക, പയറുവർഗ്ഗങ്ങൾ, അതുപോലെ ഇലക്കറികൾ, പച്ചക്കറി, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. അപ്പം അതിനോടൊപ്പം തന്നെ പാക്കുകൾ അപ്ലൈ ചെയ്യുക. പിന്നെ തൈറോയ്ഡ് ഉണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മുടി വളരാതെ തിരിക്കത്തൊന്നുമില്ല. നമ്മളതിന് വേണ്ടുന്ന ഡോക്ടറിനെ കണ്ട്, നമ്മൾ സ്വയം ചികിത്സിക്കാതെ ഡോക്ടറിനെ കണ്ട് അതിന് വേണ്ടുന്ന ടെസ്റ്റുകൾ ചെയ്യും, അതിന് വേണ്ടുന്ന മരുന്നുകൾ കഴിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മുടി വളരും. തൈറോയ്ഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മുടി കൊഴിച്ചിലുണ്ടാവും, പക്ഷെ അത് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും, മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. അത് ഞാൻ ഉറപ്പ് തരുന്നതാണ്. തലയിൽ പാക്കുകൾ അപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ ഹെൽത്തി ആയിട്ട് ഇരിക്കുമെന്നാണ് പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ പാക്ക് തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തു, ജസ്റ്റ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ഒരു 5 മിനിറ്റ് മസാജ് ചെയ്ത് പോവുക. അതുപോലെ ഇത് 15 മിനിറ്റ് കൂടുതൽ തലയിൽ വെക്കേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ ഒരു താളി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഷാമ്പു വെച്ചിട്ടോ നമുക്ക് കഴുകി കളയാവുന്നതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ ഒരു 2 തവണയെങ്കിലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 1-2 മാസം കൊണ്ട് നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരു റിസൾട്ട് വരും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.